ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരതാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. മലയാളിക്ക് കർക്കടക മാസം രാമായണ മാസമാണ്. ഇന്ദ്രകാർമുകങ്ങൾ ഗർഭമേഘങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുന്ന അവസാനത്തെ മിഥുനസന്ധ്യയിൽ നാലുകെട്ടിനുള്ളിൽ നിന്നും രാമായണശീലുകൾ പുനർവായനയുടെ ശ്രുതിക്ക് കാതോർക്കുന്നു. രാമതുളസി തൊഴുകയ്യുമായി കൂമ്പാൻ വെമ്പി നിൽക്കുന്നു. അരയാലിലകൾ നാമജപത്തിനായി തൊടുകുറി അണിയുന്നു. കർക്കിടകത്തിലെ കറുത്ത സങ്കല്പകാമനയുടെ ശുഭ്രതയും ശുദ്ധിയുമായി എത്തുന്ന നാമസങ്കീർത്തനങ്ങളുടെ നാളുകൾ. ആദിദ്രാവിഡന് ആടിമാസവും ഋഷികൾക്ക് ആഷാഢവും കേരളീയന് കർക്കടവുമായ രാമായണ മാസം പൂമുഖത്തിരുന്ന് നിറസന്ധ്യയിൽ രാമനാമമന്ത്രം ജപിക്കുന്ന മുത്തശ്ശി പേരക്കിടാവിന് മുന്നിൽ ഒരു ആദികാല സുഹൃതത്തിൻ്റെ മൂർത്തബിംബമാകുന്നു. രാമായണം രാമൻ്റെ അയനമാണ്. എന്നാൽ രാമൻ്റെ മാത്രം അയനമല്ല. അയനം കേവല യാത്രയല്ല, കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരമമായ അന്വേഷണത്തിൻ്റെ ആത്മസഞ്ചാരമാണ്. അനാസക്തിയാണ് അവിടെ ആയുധം. പുരുഷനിൽ നിന്നും അടർത്തിമാറ്റപ്പെട്ട പ്രകൃതിയെ കണ്ടെത്തുന്ന, അർത്ഥം നഷ്ടപ്പെട്ട വാക്കിനെ വീണ്ടെടുക്കുവാനുള്ള അന്വേഷണമാണ് രാമൻ്റെ അയനം. ഈ വാഗർത്ഥത്തെയാണ് എഴുത്തച്ഛൻ സീതാരാമന്മാരായി അംഗീകരിച്ചത്. ശിവനും ശക്തിയും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് രാമായണത്തിൻ്റെ ആരംഭമെന്നും ഓർക്കുക. സീത പ്രകൃതിയാണ്, ഉഴവുചാലിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടവൾ. ഉമയും ലക്ഷ്മിയും പ്രകൃതിയാകുന്നു. പർവ്വതത്തിൽ നിന്നും പാലാഴിയിൽ നിന്നും പിറവി കൊണ്ടവരാണവർ. രാമായണത്തിൽ എന്നും കണ്ടെത്തേണ്ടവൾ ആയിരുന്നു സീത. കർക്കിടകം രാമായണ മാസമാകാൻ എന്താണ് കാരണം? രണ്ട് ശുഭകാര്യങ്ങൾ തമ്മിൽ യോജിക്കേണ്ടതില്ല. അശുഭത്തെ ശുദ്ധിയാക്കുകയാണ് ശുഭത്തിൻ്റെ ലക്ഷ്യം. കർക്കിടകം നമുക്ക് പഞ്ഞമാസമാണ്. മലയാളിയുടെ പഞ്ഞ കർക്കിടകം. നിലയ്ക്കാതെ മഴയുടെയും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദിനങ്ങൾ. ഒരു പുതിയ പിറവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് കർക്കിടകത്തിലെ ഏക ആശ്വാസം. ധർമാനുഷ്ഠാനത്തിലാണ് ജീവിതത്തിൻ്റെ ആധാരശില. ധർമ്മം അഴിക്കപ്പെട്ടാൽ അത് മർത്യജീവിതത്തെ തന്നെ നശിപ്പിക്കും. ധർമ്മം സംരക്ഷിക്കപ്പെട്ടാൽ ധർമ്മം നമ്മെ രക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഈ വിളംബരം രാമായണത്തിൻ്റെ മുഖമുദ്രയാണ്. രമയ്ക്ക് വിഷ്ണുവും നിശക്ക് ശശാങ്കനുമെന്ന പോലെ രാമന് സീത. ഏത് ജീവിക്കും ഏറ്റവും പ്രിയം തന്നോട് തന്നെയാണ്, മനുഷ്യനുമത്. പക്ഷേ തന്നോടല്ലാതെ വേറെ ഏതെങ്കിലും ഒന്നിനെ ഇഷ്ടപ്പെടുമ്പോഴേ ജീവിതത്തിൽ
സ്ഥായിയായ സന്തോഷം ഉണ്ടാകുന്നുള്ളൂ. ആ ഇഷ്ടത്തിന് ആഴം കൂടുന്തോറും സന്തോഷവും വർദ്ധിക്കും. ഈ സന്തോഷം ഏതു ത്യാഗവും ചെയ്യാൻ നമ്മെ സന്നദ്ധരും ശക്തരുമാക്കും. പ്രിയപ്പെട്ട ആൾക്കോ കാര്യത്തിനു വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ അപ്പോൾ നാം തയ്യാറാവും. ഈ സ്നേഹം അമ്മയ്ക്ക് കുട്ടിയോടാകുമ്പോൾ അതിനെ വാത്സല്യമെന്ന് പറയും. ചങ്ങാതിമാർ തമ്മിലുള്ള സ്നേഹത്തെ സൗഹൃദമെന്ന് പറയും. ഇത് ദൈവത്തോടാണെങ്കിൽ ഇതിൻ്റെ പേര് ഭക്തി. ആരെയും ഒന്നിനെയും സ്നേഹിക്കാതെ ഒരാൾ എന്തിനു ജീവിക്കണം? കർക്കിടകത്തിലെ രാമായണം വായനയിലൂടെ സാധിക്കുന്നത് ആഴമുള്ള ഈശ്വര സ്നേഹം ഊട്ടി ഉറപ്പിക്കലാണ്. കർക്കിടകം പൊതുവെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലമാണല്ലോ. സൂര്യപ്രകാശം വിരളമാകുകയും ശീതം കുടിയേറുകയും മഴ മാറാ വ്യാധിയായും വറുതി വാതിക്കൽ ദുർമുഖം കാട്ടുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പെടലിൻ്റെയും അനാഥത്വത്തിൻ്റെയും ഉൽപ്പന്നമായ ഭീതി ഉണ്ടാവുന്നു. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിക്ക് സ്വയം സമർപ്പിച്ച് അഭയം തേടുകയാണ് അപ്പോൾ പ്രയോഗിക്കാനുള്ള ഒരു വിദ്യ. ഉറക്കെയുള്ള വായനയിൽ വാവിട്ടു കരയുന്നതിലെ ആശ്വാസവുമുണ്ട്. വായിക്കാനുള്ളത് ഈണത്തിലും താളത്തിലും ആലപിക്കാവുന്നതാണെങ്കിൽ വിശേഷിച്ചും നന്നായി. അതൊരു കഥ കൂടി പറയുന്നെങ്കിൽ താൽപ്പര്യം കൂടുകയും ചെയ്യും. ആ കഥ അധികാരത്തിൻ്റെയും വ്യവസ്ഥിതിയുടെയും അനീതിക്കെതിരെ പടപൊരുതുന്ന ഒരാളുടെ കഥയുമാണെങ്കിലോ ആനന്ദലബ്ധിക്ക് പിന്നെ വേറൊന്നും വേണ്ട. ഇതെല്ലാമാണ് രാമായണം. കർക്കിടക മാസത്തിലെ വറുതിയെ മറക്കാൻ, കർക്കിടക മാസത്തിലുണ്ടാകുന്നതായ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ രാമകഥയുടെ ഈരടികൾ ഉറക്കെ ഉറക്കെ ആലപിച്ചുകൊണ്ട് വിശപ്പിനെയും ദുഃഖത്തെയും മറക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിലെ പഞ്ഞമാസത്തിലെ ആധിവ്യാധികൾ മറക്കാൻ വേണ്ടി ആ മാസത്തെ രാമായണ മാസമാക്കി തീർത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ പാതകളെ പിന്തുടർന്നുകൊണ്ട് നമുക്കും ഈ കർക്കിടക മാസത്തിൽ ആ രാമായണത്തിൻ്റെ കഥകൾക്കിടയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഈ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. ഈ ഒരു മാസക്കാലം ഈ ചാനലിലൂടെ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കാം, രാമ കഥാമൃതത്തിലൂടെ.